2024 നീറ്റിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യമാണ്. ചില ആൾക്കാർ ഈ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് പേയ്മെന്റ് ആവാതിരിക്കോ കൺഫർമേഷൻ പേജ് കിട്ടാതിരിക്കോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണോ കൺസേൺ 10 KBക്കും 200 KBക്കും ഇടയിലായിരിക്കണം ഈ പറയുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന്റെ സൈസ് വരുന്നത്. എന്താണ് OBC എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നു. OBC അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പോകുമ്പോൾ അവർ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി ഔട്ട് ഓഫ് ദ കൗൺസിലിംഗ് പ്രോസസ്. ഹായ്, 2024 നീറ്റിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത ദിവസം, അതായത് 9th of this month, അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്സ് ചെയ്തിട്ടിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോ ആവശ്യമെന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ശ്രദ്ധിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി കാണുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മളുടെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാം കാര്യങ്ങളും ഫോട്ടോഗ്രാഫിന്റെ ഒക്കെ മോഡലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഫിംഗേഴ്സ് ഏതൊക്കെയാണ് വയ്ക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന നമ്മളുടെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക. പിന്നെ ഇതിൽ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തതായിട്ട് ആദ്യമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോക്സ് നിങ്ങൾ കാണാതെ പോകരുത്. എന്താണത്? പ്ലീസ് ഫോളോ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ബിഫോർ ഫില്ലിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. 4 കാര്യങ്ങളാണ് NTA ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒന്ന്, നോ കറക്ഷൻ ഫെസിലിറ്റി വിൽ ബി ഗിവൺ അറ്റ് എനി സ്റ്റേജ് ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും, നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരു കാര്യത്തിലും മാറ്റം വരുത്താനുള്ള പെർമിഷൻ ഇല്ല. എസ്പെഷ്യലി നിങ്ങളുടെ പേര്, അതേപോലെ അച്ഛന്റെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാനേ പറ്റില്ല. ചില കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ NTA എന്ത് ചെയ്തു, ഈ പറയുന്ന ഒരു കറക്ഷൻ വിൻഡോ ഇട്ടിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ചില പർട്ടിക്കുലർ തിങ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരോ കാര്യങ്ങളോ തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് തെറ്റാതിരിക്കാൻ വളരെ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ബി എക്സ്ട്രീംലി കെയർഫുൾ ഇൻ ഫില്ലിംഗ് ദ ആപ്ലിക്കേഷൻ ഫോം. You can edit or modify any information before submitting each section. Check again before pressing the submit button. ഓരോ പേജ് ആണ്, അതായത് നമ്മുടെ NTA സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ ആ പേജിന്റെ ഏറ്റവും താഴെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുത്ത അത്രയും ഡീറ്റെയിൽസ് എന്തായി, അവിടെ സേവ്ഡ് ആയി. ഇനി നിങ്ങൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നു. ഇപ്പൊ നിങ്ങളുടെ 10th-ന്റെയും 12th-ന്റെയും ഒക്കെ മാർക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന്റെ താഴെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. ആ സബ്മിറ്റ് ബട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ചെക്ക് ചെയ്യുക. ഒരു പേജിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസിനെ ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, read instructions carefully about photographs, signature, left and right hand fingers and thumb impressions and all certificates before uploading. ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സിന്റെ ഡയമെൻഷൻസ് പറയുന്നുണ്ട്, അതിന്റെ സൈസ് പറയുന്നുണ്ട്, അത് പാസ്പോർട്ട് സൈസ് ആണോ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് സൈസ് ആണോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സിന്റെ സൈസ് പറയുന്നുണ്ട്, ഏത് ഫോർമാറ്റിലാണെന്ന് പറയുന്നുണ്ട്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി റെഡിയാക്കി വെക്കുക. അതിന്റെ ഫോർമാറ്റിലൊന്നും മാറ്റം വരുത്താതിരിക്കുക. നാലാമത്തെ കാര്യം, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID നീഡ് ടു ബി വെരിഫൈഡ് ത്രൂ OTP. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും അതേപോലെ തന്നെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID വേണം. അപ്പൊ ആ ഇമെയിൽ ID-യിലേക്ക് ഒരു OTP വരും, അതേപോലെ ഫോൺ നമ്പറിലേക്കും OTP വരും. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ അതുവഴിയായിരിക്കും. ഫോർ എക്സാമ്പിൾ NTA എന്തെങ്കിലും അപ്ഡേറ്റ് ഇടുകയാണെങ്കിൽ ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എന്തായിട്ട് വരും, SMS ആയിട്ട് വരും, ഇമെയിൽ ആയിട്ട് മെയിലിലേക്കും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൽ ID-യും അതേപോലെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അത് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം അവർ കൃത്യമായി പറയുന്നുണ്ട്, ഒരു ഫോൺ നമ്പറും ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ തെറ്റ് വരുത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കേണ്ട, അത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. പിന്നെ അടുത്ത കാര്യം, ചൂസ് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം കെയർഫുള്ളി ആസ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്.
നിങ്ങൾക്ക് ചില ലാംഗ്വേജസിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ചില പർട്ടിക്കുലർ ലാംഗ്വേജസ് NTA പറയുന്നുണ്ട്. ആ ലാംഗ്വേജസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ അടുത്ത കാര്യം, ഇത് അന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ എന്താ പറയുന്നത്, നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പേയ്മെന്റ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സും ആണ്. അതിൽ 9th February 2024 ടു 9th March 2024 ആണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന എന്താണ് ഡേയ്സ്. ഇത്രയും ദിവസം, അതായത് ഒരു മാസത്തോളം നിങ്ങൾക്ക് NTA സമയം തന്നിട്ടുണ്ട്. അടുത്തതായി 9th March 2024 അപ് ടു 11:50 PM ആ സമയം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്യാഷ് അടച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫീ വരുന്നത് നമ്മളുടെ എന്താ പറയാ, ജനറൽക്കാർക്കാണെങ്കിൽ 1700 ആണ്. ജനറൽ EWS OBC അങ്ങനെയുള്ളവർക്കാണെങ്കിൽ 1600 ആണ്. പിന്നെ SC ST അങ്ങനത്തെ ആൾക്കാർക്ക് 1000 rupees ആണ് ഫീ വരുന്നത്. അവിടെയും ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ താഴെ ശ്രദ്ധിച്ചാൽ മതി. താഴെ അവര് കൃത്യമായി എഴുതിയിട്ടുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റഡ് OBC NLC candidate who are not in the OBC NCL central list must choose general. Important. അതായത് നിങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട് പക്ഷെ സെൻട്രൽ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ്, എലിജിബിൾ അല്ല. നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലും സെൻട്രൽ ലിസ്റ്റിലും ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അടുത്ത കാര്യം നോക്കാം. Candidates can apply for NEET UG 2024 through the online mode only on the website. നിങ്ങൾക്ക് വേറെ രീതിയിൽ, അതായത് നിങ്ങൾക്ക് പെൻ ആൻഡ് പേപ്പർ വൈസ് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ കത്ത് വഴിയോ ഒന്നും NTA അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവറിത്തിങ് ഈസ് ഓൺലൈൻ. അതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ എന്താ പറയാ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, exams.nta.ac.in എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങൾക്ക് അപ്രോപ്രിയറ്റ് ലിങ്കുകൾ ഉണ്ട്. ആ ലിങ്കുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. Submission of the online application form may be done by accessing the NTA website. The application form is in any other mode will not be accepted. ഓക്കെ, അപ്പൊ അതും ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. വേറെ ഈ പറയുന്ന ഓൺലൈൻ മോഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, വേറൊരു മോഡും അക്സെപ്റ്റ് ചെയ്യില്ല. Only one application is to be submitted by a candidate. ഒരു കുട്ടിക്ക് ഒരു ആപ്ലിക്കേഷൻ. ഒരേ കുട്ടിക്ക് 2 ആപ്ലിക്കേഷൻ പറ്റില്ല. ഒരു പ്രാവശ്യം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് രണ്ടാമത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വെരി കോഷ്യസ്, ഭയങ്കരമായിട്ട് എന്താ പറയുക, ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. Candidates must strictly follow the instruction given in the information bulletin on the NTA website. Candidates not complying with the instruction shall be summarily disqualified. അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അപ്ലൈ ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് ഫൈനലി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് തിങ്, 5th one, candidates must ensure that the email address and mobile number provided in the online application form are their own and or parents or guardians only. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഒരു എന്താ പറയാ, ഒരു ഇന്റർനെറ്റ് സെന്ററിലായിരിക്കാം, അവിടെയൊക്കെ ആയിരിക്കാം. അപ്പൊ അവരുടെ എന്താണ് ആ സമയത്തേക്ക് വേണ്ടിയിട്ട് ചാടി കയറി അവരുടെ എന്താ പറയാ മെയിൽ ID യോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരാളുടെ ഫോൺ നമ്പറോ ഒന്നും കൊടുത്തു കളയരുത്. നിങ്ങളുടെ പാരന്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ, ആരാണോ ഗാർഡിയൻ ആ ആളുടെ മാത്രം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും ട്രസ്റ്റഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത് പറയുന്നത്, എല്ലാ കമ്മ്യൂണിക്കേഷനും എന്താണ് NTA ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഓർ SMS ഓൺ ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അങ്ങനെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പിന്നെ ഉണ്ടാവുള്ളൂ. NTA വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ എനി ഇൻകറക്റ്റ് ക്രെഡൻഷ്യൽസ്. നിങ്ങൾ അതിൽ എന്ത് തെറ്റ് വരുത്തി കഴിഞ്ഞാലും എന്താണ്, എനിക്ക് SMS വന്നില്ല, മെയിൽ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോളുക. നിങ്ങൾ കൊടുത്ത മെയിൽ IDയിൽ തെറ്റുണ്ടോന്നോ അല്ലെങ്കിൽ നമ്പർ മാറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത കാര്യം, ഇൻസ്ട്രക്ഷൻസ് ഫോർ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ആദ്യം ചെയ്യേണ്ട കാര്യം അവർ പറയുന്നത്, ആരെന്ത് പറഞ്ഞാലും ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആൻഡ് റെപ്ലിക്ക ഓഫ് ആപ്ലിക്കേഷൻ ഫോം, റീഡ് ദീസ് കെയർഫുള്ളി ടു എൻഷുർ യുവർ എലിജിബിലിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? പല കാര്യങ്ങളിലുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ചില കാറ്റഗറീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന SC ST OBC ആൾക്കാർക്ക് അതിനുള്ള എലിജിബിലിറ്റി. ഇതെല്ലാം കൃത്യമായിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറയുന്നുണ്ട്. അതിന്റെ റെസ്പെക്റ്റീവ് പേജസ് ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ പോവാം, നിങ്ങൾക്ക് നോക്കാം. പിന്നെ അതേപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാൻ വേണ്ടിയിട്ട്. ഫോളോ ദ സ്റ്റെപ്സ് ഗിവൺ ബിലോ ടു അപ്ലൈ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തത് രജിസ്ട്രേഷൻ ഫോം ആണ്.
അതിലെന്താണ് ചെയ്യേണ്ടത്? Register for the online application form and note down the system generated application number. The candidate should provide the required details while filling the online application form. The candidate must also create a password and choose security question and enter an answer. After successful submission of the personal details, an application number will be generated and it will be used to complete the remaining steps of the application form and will also be required for all future reference or correspondence. For subsequent logins, the candidate will also be required for all future reference or correspondence, be able to log in directly with the system generator application number and password created. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അതായത് ആദ്യം നിങ്ങൾ പോകുന്നു, നിങ്ങൾ NTA വെബ്സൈറ്റിൽ കയറുന്നു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഒരു പാസ്വേഡും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. അത് നിങ്ങൾ കൊടുക്കുന്നു. നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ മെയിലിലേക്കും നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും ഈ പാസ്വേഡും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വരുന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ആ പാസ്വേഡും ആ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് പിന്നീട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ പിന്നെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ സ്റ്റെപ്പും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോഗ് ഔട്ട് ചെയ്യാം. വീണ്ടും കയറിയിട്ട് ഇപ്പം നിങ്ങൾ എന്താണ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണമെന്നില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 2-3 ഡീറ്റെയിൽസ് ഇല്ല, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ ഇങ്ങനത്തെ കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യാനില്ല എങ്കിൽ ആ പേജ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പ് വരെയുള്ളത് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതൊക്കെ റെഡിയാക്കിയതിനു ശേഷം അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ചെയ്യുക. എന്തായാലും ഇത് എന്താണ് 9-ാം തീയതിക്കുള്ളിൽ, മാർച്ച് 9-ാം തീയതിക്കുള്ളിൽ ചെയ്ത് തീർക്കണം. അത്രേ ഉള്ളൂ. Now next thing, application form. The candidates can log in with the system generated application number and pre-created password for completing the application form, including filling up personal details, choosing the question paper medium, examination cities, providing the details of educational qualification and uploading the images and documents if any. അപ്പൊ നിങ്ങൾക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ നമ്പർ എന്തും കിട്ടി, നിങ്ങൾക്ക് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡും കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ സിസ്റ്റം ജനറേറ്റഡ് ആയുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക, ആവശ്യമായുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന ഫോട്ടോഗ്രാഫ്സ് ആയിക്കോട്ടെ, സിഗ്നേച്ചർ ആയിക്കോട്ടെ അപ്ലോഡ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇനി അടുത്തത്, upload scanned images of the candidate's recent passport size photograph. ഏതൊക്കെ വേണമെന്നാണ് പറയുന്നത് കേട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് വേണം, ആൻഡ് തമ്പ് ഇംപ്രഷൻ, citizenship certificate if applicable and PWBD certificate wherever applicable. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല എങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു NRI കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ പിന്നെ അതുപോലെ വേണ്ടത് എന്താണ്? PWBD, അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യേണ്ടി വരും? അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ, റീസെന്റ് ഫോട്ടോഗ്രാഫിന്റെ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുക്കണം, അതേപോലെ തന്നെ എന്താണ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് എടുക്കണം. ദ റീസെന്റ് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി എയ്തർ ഇൻ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിത്ത് 80% ഫേസ് വിത്തൗട്ട് മാസ്ക് വിസിബിൾ ഇൻക്ലൂഡിംഗ് ഇയർ എഗൈൻസ്റ്റ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. റീസെന്റ് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി എയ്തർ ഇൻ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്താണ്, ഐ പ്രിഫർ കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 80% ഫേസ് എന്താണ് വിസിബിൾ ആയിരിക്കണം. വിത്തൗട്ട് മാസ്ക് ഉപയോഗിക്കരുത്. കോവിഡ് പ്രോട്ടോകോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്ക് വെച്ചിട്ട് ഫോട്ടോ എടുത്തൊന്നും കളയരുത്. മാസ്ക് ഒന്നും ഇല്ലാതെ എടുക്കണം. അതിൽ നിങ്ങളുടെ ഇയേഴ്സ് എന്താണ്, നിങ്ങളുടെ കാതുകൾ രണ്ടും കാണണം. ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്ന് പറയുന്നു. അതിലെ അടുത്ത കാര്യം, സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ ഷുഡ് ബി ഇൻ JPG ഫോർമാറ്റ്. JPG ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫേക്കാർക്കും അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ സ്കാൻ ചെയ്ത് JPG ഫോർമാറ്റിലാക്കിയിട്ട് തരും. അടുത്ത കാര്യം, ദ സൈസ് ഓഫ് ദ സ്കാൻഡ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ബിറ്റ്വീൻ 10 KB to 200 KB. സൈസ് ആണ് പറയുന്നത്. 10 KB-ക്കും 200 KB-ക്കും ഇടയിലായിരിക്കണം ഈ പറയുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന്റെ സൈസ് വരേണ്ടത്. ക്ലിയർലി ലെജിബിൾ ആയിരിക്കണം. കാണാൻ പറ്റുന്ന ക്ലാരിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സൈസ് ഫിക്സ് ചെയ്യണം. The size of the scanned postcard photograph, അതിന്റെ സൈസ് ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ വിഡ്ത്തും അതിന്റെ ഹൈറ്റും ഒക്കെ പറയുന്നുണ്ട്. ഷുഡ് ബി ബിറ്റ്വീൻ 10 KB to 200 KB. അതും മുകളിലത്തത് തന്നെയാണ് അല്ലേ പറയുന്നത്. ക്ലിയർലി ലെജിബിൾ ആയിരിക്കണം. സൈസ് ഓഫ് ദ സ്കാൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് 4 KB to 30 KB. അതും ക്ലിയർലി ലെജിബിൾ ആയിരിക്കണം.
Size of scanned and left and right hand fingers and thumb impression as per the template provided appendix. നിങ്ങൾക്ക് അത് നോക്കാം. എന്താണ് 18 നമുക്ക് എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഷുഡ് ബി ബിറ്റ്വീൻ എന്താണ് 10 KB to 200 KB ആണ് വരേണ്ടത്. സൈസ് ഓഫ് സ്കാൻഡ് കോപ്പി ഓഫ് ദ PWBD സർട്ടിഫിക്കറ്റ്, അതേപോലെ UDID. ഓക്കെ, ആ കാർഡ് ഉള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഈ പറയുന്ന 50 KBക്കും 300 KBക്കും ഇടയ്ക്കായിരിക്കണം അവരുടെ ഈ പറയുന്ന സൈസ് നിങ്ങൾ കൊടുക്കേണ്ടത്, ആ സർട്ടിഫിക്കറ്റിന്റെ സൈസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലീസ് ചെക്ക് യുവർ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ബിഫോർ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. പിന്നീട് മാറ്റരുത്, വേറെ ആളുടെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് കൊടുക്കരുത്. അതേപോലെ സിഗ്നേച്ചറിൽ മാറ്റം വരുത്തരുത്, അത് ഫിക്സഡ് സിഗ്നേച്ചർ ആണ്, അതിൽ മാറ്റം വരുത്തരുത്. ഇൻ കേസ് ഓഫ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ബ്ലർഡ് ആയിരിക്കല്, ക്ലിയർലി വിസിബിൾ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരവരുടെ തന്നെ എന്താണ് ഫോട്ടോഗ്രാഫും കാര്യങ്ങളും കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കാം. ഈ കാര്യങ്ങളിൽ പിന്നീട് കറക്ഷൻ ഇല്ല എന്നും പറയുന്നുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ തമ്പ് ഇംപ്രഷനും വേണം കേട്ടോ, തമ്പ് ഇംപ്രഷനും സെപ്പറേറ്റ് ആയിട്ട് വേണം, സിഗ്നേച്ചറും വേണം. ഓക്കെ, അപ്പോ ഇവിടെ കാണാം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ. ഫീ പേയ്മെന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫീ പേയ്മെന്റിലേക്ക് പോകുന്നത്. അതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ കൊടുത്തിരിക്കുന്നത് ആ ഫീ ആണ് വരിക. ഓക്കെ, ദ ഫീ ക്യാൻ ബി സബ്മിറ്റഡ് ഓൺലൈൻ ഓൺലി ത്രൂ നെറ്റ് ബാങ്കിങ് ആയിരിക്കാം, ക്രെഡിറ്റ് കാർഡ് ആയിരിക്കാം, ഡെബിറ്റ് കാർഡ് ആയിരിക്കാം. അതിൽ ഏതൊക്കെ ബാങ്കുകളാണെന്നും പ്രോസ്പെക്ടസിനകത്ത് കൊടുത്തിട്ടുണ്ട്. UPI വഴിയും ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത് പ്രോസസിംഗ് ചാർജസ് ആൻഡ് GST ആസ് ആപ്ലിക്കബിൾ ആർ ചാർജബിൾ ടു ദ കാൻഡിഡേറ്റ്. അത് ഒരു ചെറിയ പ്രോസസിംഗ് ഫീ ചിലപ്പോൾ വരുന്നുണ്ടാവും ബാങ്കിന്റെ എന്താണ് പേയ്മെന്റിന് വേണ്ടിയിട്ട്. കൺഫർമേഷൻ പേജ് ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം വിൽ ബി ജനറേറ്റഡ് ഓൺലി ആഫ്റ്റർ സക്സസ്ഫുൾ പേയ്മെന്റ് ബൈ ദ കാൻഡിഡേറ്റ്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് വരും, അത് നിങ്ങൾ പ്രിന്റ് ചെയ്തെടുത്ത് സൂക്ഷിക്കുക. ഓക്കെ, അത് നിങ്ങൾ എന്താ പറയാ, then the candidate may have to approach the concerned bank. അതായത് പേയ്മെന്റ് ആയില്ലെങ്കിൽ, in case the confirmation page is not generated after payment of fee, then the candidate may have to approach the concerned bank or payment gateway in the helpline number and email given in the information bulletin for ensuring the successful payment. ചില ആൾക്കാർ ഈ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും എന്താണ് ഇഷ്യൂസ് വന്നിട്ട് പേയ്മെന്റ് ആവാതിരിക്കുകയോ കൺഫർമേഷൻ പേജ് കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഏതാണോ കൺസേൺഡ് ബാങ്ക് അല്ലെങ്കിൽ ഏതാണോ ആ പേയ്മെന്റ് ഗേറ്റ്വേ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ്, ഡൗൺലോഡ്, സേവ് ആൻഡ് പ്രിന്റ് എ കോപ്പി ഓഫ് കൺഫർമേഷൻ പേജ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം വിച്ച് വുഡ് ബി ഡൗൺലോഡബിൾ ഓൺലി ആഫ്റ്റർ സക്സസ്ഫുൾ റെമിറ്റൻസ് ഓഫ് ഫീ. നിങ്ങൾ ഫീ അടച്ചാലേ നിങ്ങൾക്ക് ആ കൺഫർമേഷൻ പേജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെക്കുക. ഓൾ 3 steps ക്യാൻ ബി ഡൺ ടുഗദർ ഓർ അറ്റ് സെപ്പറേറ്റ് ടൈമിങ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തിട്ട് അന്ന് തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുക സമാധാനത്തോടെ, അടുത്ത ദിവസം രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്താൽ മതി. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് അതിന്റെ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് സമയം എടുത്ത് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ കാൻഡിഡേറ്റ് കുഡ് ബി കൺസിഡർഡ് സക്സസ്ഫുൾ ആൻഡ് ഹിസ് ഓർ ഹർ കാൻഡിഡേച്ചർ വുഡ് ബി കൺഫേംഡ് only on the successful transaction. അതായത് പൈസ അടച്ചാൽ മാത്രമേ നിങ്ങൾ കൃത്യമായി എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, NTA കരുതുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. Okay, candidates should ensure that the information entered by them in their online application form is correct. അത് ഉറപ്പാക്കണം. All candidates must ensure that they have provided the correct email address and mobile number. ഇപ്പോഴും പറയുന്ന അതാണ്, ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും തെറ്റിക്കാതെ കൊടുക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആ കാര്യങ്ങൾ OTPയും കാര്യങ്ങളൊക്കെ വരുന്ന ആ നമ്പേഴ്സ് ഇത്. എ കോപ്പി ഓഫ് ദ കൺഫർമേഷൻ പേജ് സ്കാൻഡ് OMR ആൻഡ് സ്കോർ കാർഡ് ഓഫ് NEET UG 2024 വിൽ ബി സെൻഡ് ടു ദ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ്. നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സ്കാൻഡ് OMR, അതായത് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇമെയിൽ ഐഡിയിലേക്ക് വരും. നിങ്ങളുടെ സ്കോർ കാർഡ് എന്താണ് ഇമെയിൽ ഐഡിയിലേക്ക് വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി വരണമെങ്കിൽ ഇമെയിൽ ID കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കണം. Information provided by the candidates in their respective online application form like as the name of the candidate, contact details, address details, category, PWBD status, education qualification details, date of birth, choice of exam cities, etc. will be treated as final. കണ്ടോ, ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയാലും പിന്നെ മാറ്റാൻ പറ്റില്ല. ആ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് യാതൊരു കാരണവശാൽ പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Any request for change in such particulars will not be considered by NTA under any circumstances. ആര് തന്നെ പോയിട്ട് ഇനി എന്താണ് ഇത് മാറ്റി തരണമെന്നോ തെറ്റിപ്പോയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിത്തരില്ല. NTA does not edit or modify or alter any information entered by the candidate after completion of application process under any circumstances. Any request for change in information thereafter will not be entertained. അതൊക്കെ അവരുടെ നിയമങ്ങളാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.
NTA disclaims any liability that may arise to a candidate due to incorrect information provided by him or her. അതായത് എന്താ പറയാ, അവര് നിങ്ങൾ വരുത്തുന്ന തെറ്റുകൾക്കൊന്നും NTA ഉത്തരവാദികളല്ല എന്നാണ് പറയുന്നത്. Candidate must ensure that their email address, ഇതൊക്കെ ഒന്നുകൂടെ പറയാണ് കേട്ടോ, ഇത് തന്നെ വീണ്ടും പറയാണ് കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. എന്താ പറയാ, ഫൈനൽ സബ്മിഷൻ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജി ലോക്കറിലേക്കൊക്കെ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ഈ പറയുന്ന കൺഫർമേഷൻ പേജ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഫൈനൽ ഇത് എടുക്കുന്നതായിരിക്കും നല്ലത്, നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അടുത്ത കാര്യം, എനി റിക്വസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എക്സാമിനേഷൻ സെന്റർ അതൊന്നും മാറ്റാൻ സമ്മതിക്കില്ല. ഇനി പറയുന്ന കാര്യമാണ് ഇമ്പോർട്ടന്റ്. ഇത് ഒരുപാട് ആൾക്കാരുടെ സംശയമാണ്, എത്ര ഫോട്ടോ എടുക്കണം, അത് ഫോട്ടോഗ്രാഫ് എടുക്കാൻ പോകുമ്പോൾ എത്ര ഫോട്ടോ എടുക്കണം. ഇതാ നോക്കുക, 6 to 8 പാസ്പോർട്ട് സൈസ് ആൻഡ് 4 to 6 പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. അതിന്റെ സൈസും പറയുന്നുണ്ട് കേട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട്. നേരത്തെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. 80% ഓഫ് യുവർ ഫേസ് ആണ് കാണേണ്ടത്. നിങ്ങൾ 2 ഇയറും കാണണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം നിൽക്കേണ്ടത്. നേരത്തെ ഒരു പോയിന്റിൽ പറയുന്നുണ്ട് 6 to 8 പാസ്പോർട്ട് സൈസ്. അതെല്ലാം നിങ്ങൾ ഇപ്പൊ തന്നെ യൂസ് ചെയ്യണമെന്നല്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഇപ്പൊ തന്നെ യൂസ് ചെയ്യണമെന്നല്ല. നിങ്ങൾ എൻട്രൻസ് എഴുതി കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ അഡ്മിഷന് പോകുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദ ഫോട്ടോഗ്രാഫ്സ് ആർ നോട്ട് ടു ബി യൂസ്ഡ് ഫോർ അപ്ലോഡിംഗ് ഓൺ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ എക്സാമിനേഷൻ ആൻഡ് ഓൾസോ ഫോർ കൗൺസിലിംഗ് ഓർ അഡ്മിഷൻ. കണ്ടോ, this is to ensure that the same photograph is used for all documents and all purposes related to NEET UG 2024. കണ്ടോ, NEET UG 2024 വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ആ അഡ്മിഷന്റെ എല്ലാ പ്രൊസീജിയേഴ്സിലും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഫോട്ടോഗ്രാഫ് തന്നെ ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, all candidates appearing in NEET UG 2024 must regularly check updates on website of NTA. NTAയുടെ വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓഫ് കോഴ്സ് എന്താ പറയാ, നമ്മൾ എന്താ പറയാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, നമ്മളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷന്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, ശരി. എന്താ പറയാ, the information about the state of the respective candidates is only for the purpose of information and does not mean that the candidate belong to the domicile of that particular state as it needs to be reaffirmed from the DME of the respective. അതൊന്നും കുഴപ്പമില്ല. only one application form and to take utmost care. Okay, ഒറ്റ ആപ്ലിക്കേഷൻ ഫോമേ പറ്റുള്ളൂ, വേറെ ആപ്ലിക്കേഷൻ ഫോം ഒന്നും പറ്റില്ല. It is mandatory to provide the mobile number and email ID. വീണ്ടും ഇത് എന്താണ്, എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്, അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, choice of exam cities displayed to the candidate will be based on the permanent and present address filled during online application form of NEET UG 2024. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ഏത് അഡ്രസ്സ് വെച്ചിട്ടാണോ ആ അഡ്രസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് വരിക. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദാ ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ബിഫോർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഫോം മേക്ക് ദ ഫോളോയിങ് പ്രിപ്പറേഷൻ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സ്, ഇന്ത്യൻ നാഷണൽസ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, അവര് എന്താണ് ID കാർഡായിട്ട് പെർമിഷൻ കിട്ടിയിട്ടുള്ള സാധനങ്ങൾ, ക്ലാസ് 12 അഡ്മിറ്റ് കാർഡ്, ഇലക്ഷൻ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് നമ്പർ ഓഫ് എനി അതർ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ്, അതായത് ഇലക്ഷൻ കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. NRIs ആണെങ്കിൽ പാസ്പോർട്ട് നമ്പർ യൂസ് ചെയ്യുക. ഫോറിൻ നാഷണൽസ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്താണ് സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്പർ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ പറയുന്ന കാര്യം വീണ്ടും പറയാണ് കേട്ടോ. ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് JPG ഫോർമാറ്റ് ആണ്, 10 KB to 200 KB. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്, അതിന്റെ സൈസ് പറയുന്നുണ്ട്, JPG ഫോർമാറ്റ് ആണ്, 10 KB to 200 KB. സിഗ്നേച്ചർ അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത് യൂണിയൻ ടെറിട്ടറിയിലും JNKയിലും വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക. ഇത് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പറയുന്ന കാര്യം രജിസ്ട്രേഷന്റെ പേജ്, അതും ഇതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എന്താ പറയാ, നിങ്ങൾക്ക് കാണാം മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് മാറ്റരുതെന്ന് പറയുന്നുണ്ട്. കംപ്ലീറ്റ് പോസ്റ്റൽ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള എന്താ പറയാ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ആ അഡ്രസ്സ് കാണുന്ന ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ അമ്മ ഇവരുടെ പേരൊന്നും മാറരുത്. പിന്നെ ഫില്ലിംഗ് ദ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം, കാറ്റഗറീസിലെ ജനറൽ EWS, ഓക്കെ, അതർ നോൺ ക്രീമി ലെയർ, അതൊക്കെ. The application particulars entered in step 1 can be edited before the final submission of the application form, except for mobile number, email address. കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് ഒഴിച്ച് ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, which may not be changed after step 1. Category: general EWS, SC ST OBC NCL,
are available in the drop down list under the category option. No caste certificates is to be uploaded in the online application form of NEET UG 2024. Necessary documents related to caste community will be verified at the counseling by concerned central or state counseling authority. Very important. നിങ്ങളുടെ ഒരു എന്താ പറയാ നിങ്ങളുടെ എന്താണ് കാസ്റ്റോ കാര്യങ്ങളോ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ് പ്രസന്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കൗൺസിലിംഗിന്റെ സമയത്ത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് മതി. അപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ യു മേ ബി ഗെറ്റിംഗ് റിജക്റ്റഡ്. നിങ്ങളുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ ഏത് കാറ്റഗറിയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് OBC എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. OBC എന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പോകുമ്പോൾ അവര് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അതിൽ ഇല്ല എന്നുണ്ട് എങ്കിൽ യു വിൽ ബി ഔട്ട് ഓഫ് ദ എന്താണ് കൗൺസിലിംഗ് പ്രോസസ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ ലിസ്റ്റുകളിൽ നിങ്ങളുടെ പേരുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, OBC എന്ന് ഇവിടെ ടിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജനറൽ ആയിരിക്കണമെന്ന് ഓൾറെഡി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. Other backward classes OBC NCL non-creamy layer as per the central list of other backward classes available on National Commission for Backward Classes NCBC Government of India website. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. Thus the candidates falling in this list may mention OBC NCL in the category column. State list OBC NCL candidate who are not in OBC NCL list central list must choose general. കണ്ടോ? അതായത് OBC NCL നിങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലും സെൻട്രൽ ലിസ്റ്റിലും വേണം. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ട് പക്ഷെ സെൻട്രൽ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എന്തിലേക്ക് പോകും, ജനറൽ കാറ്റഗറിയിലേക്ക് പോകും. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS ആസ് പെർ ദ എന്താണ് OM നമ്പർ അത് കൊടുത്തിട്ടുണ്ട്. ഡേറ്റഡ് 2019 ആ ഓർഡർ നമ്പർ കൊടുത്തിട്ടുണ്ട് ബൈ ദ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. അതൊക്കെ നിങ്ങൾ നോക്കുക. എന്താണ് യെസ് അവർക്ക് എന്താണ് ഈ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഡ്മിഷൻ ഇൻ സെൻട്രൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലും പറയുന്നില്ല നിങ്ങളുടെ എന്തെങ്കിലും എന്താണ് അപ്ലോഡ് ചെയ്യണോ എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. നാഷണാലിറ്റിയിൽ നിങ്ങൾ പറയുന്ന ഇന്ത്യൻ നാഷണൽസ് ആണ്. നോൺ റെസിഡൻഷ്യൽ NRIസിന് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. പിന്നെ ഫോറിൻ നാഷണൽസ് ആർ എലിജിബിൾ ടു അപ്പിയർ ഇൻ NEET UG 2024. പിന്നെ PWD BD സ്റ്റാറ്റസ് അതാണ് അടുത്തത്. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. ഓക്കെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 പ്രകാരം MCA റെഗുലേഷൻ ഡേറ്റഡ് May 13, 2019 അതൊക്കെ നിങ്ങൾ നോക്കുക. അത് അപ്പൻഡിക്സ് 7 കിടക്കുന്നുണ്ട്. ഇഫ് ക്ലെയിമിംഗ് ദ റിലാക്സേഷൻ അണ്ടർ ദ PWBD കാറ്റഗറി അതൊക്കെ നിങ്ങൾ നോക്കുക. ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സിറ്റീസ് ദ കാൻഡിഡേറ്റ് ഷുഡ് സെലക്ട് എനി 4 cities ഓഫ് their ചോയ്സ് ഫോർ എക്സാമിനേഷൻ ഫോർ NEET. പ്രിഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് 4 cities സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആ കോഴ്സ് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ കാൻഡിഡേറ്റ് ഓപ്റ്റിംഗ് ഫോർ ഇംഗ്ലീഷ് വുഡ് ബി പ്രൊവൈഡഡ് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് ഇൻ ഇംഗ്ലീഷ് ഓൺലി. Candidate opting for Hindi or regional language would be provided bilingual test booklet that is in Hindi or regional language and in English. Okay. അപ്പോൾ അത് എന്താണ് നിങ്ങൾക്ക് 2 ലാംഗ്വേജിൽ വേണമെന്നാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തായാലും ഉണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജും കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി അക്കാഡമിക് ഡീറ്റെയിൽസ് ക്ലാസ് 10, 11, 12 the candidate has to fill in complete academic details of the 10, 11 and 12th qualifying examination. Who passed should fill code 02207 against the column. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കോഡുകൾ കാണിച്ചു തരാം. Provided for qualifying examination. Candidates appearing in class 12 in 2024 should select a qualifying code as 01. ഓക്കെ. അപ്പൊ ഇപ്പോ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുടെ കോഡ് 01 ആയിരിക്കും. ഓക്കെ. എന്താ അതിൽ only one application വീണ്ടും പറയാണ്. വൺസ് ഫൈനലി സബ്മിറ്റഡ് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു. ട്രീറ്റഡ് as complete only ഫീ അടച്ചാലേ കംപ്ലീറ്റ് ആണെന്ന് പറയുള്ളൂ. നോട്ട് റിക്വയർഡ് ടു സെൻഡ് സബ്മിറ്റ് അതിന്റെ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് ദാറ്റ് ദ മിയർ റിഡക്ഷൻ ഓഫ് ഫീ ഫ്രം ദ ബാങ്ക് അക്കൗണ്ട് ഇസ് നോട്ട് പ്രൂഫ് ഓഫ് ഫീ പേയ്മെന്റ്. ഓക്കെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഡീറ്റെയിൽ ഫിൽഡ് ബൈ ദ കാൻഡിഡേറ്റ് ലൈക്ക് കാൻഡിഡേറ്റ് കാറ്റഗറി ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ എക്സെട്ര ഇൻ NEET UG application will be used for purpose of all India quota seats counseling. No request for change in candidate category at the time of all India quota seat counseling will be entertained. Okay. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഓക്കെ. അതിൽ കുറച്ച് കാര്യങ്ങൾ വേറെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ യെല്ലോ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോവിഡ് പ്രകാരം അവർക്കുണ്ടായിരുന്ന ഒരു ചേഞ്ച് ആയിരുന്നു. അത് നമുക്ക് എന്താണ് തമിഴ്നാടുകാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ. ഫോട്ടോഗ്രാഫിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. അതിന്റെ സൈസുകൾ പറയുന്നുണ്ട്. പാസ്പോർട്ടും എന്താണ് നമ്മളുടെ എന്താ പറയുക പോസ്റ്റ് കാർഡ് സൈസും ഫോട്ടോഗ്രാഫാണ്. പിന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റിന്റെ കാര്യം പറയുന്നുണ്ട്. തമ്പും വേണം. അതേപോലെ തന്നെ 5 ഫിംഗേഴ്സിന്റെയും ഇംപ്രഷനും വേണം. അതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ സിഗ്നേച്ചർ എടുത്ത് പറയുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ചു നോക്കുക.
ഓക്കെ. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ ടു ബി അപ്ലോഡഡ് ഇൻ JPG ഫോർമാറ്റ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ ആസ് പെർ ദ ടെംപ്ലേറ്റ് പ്രൊവൈഡഡ്. ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫയൽ സൈസ് മസ്റ്റ് ബിറ്റ്വീൻ 10 KB to 200. ഫർദർ അൺക്ലിയർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൽ ഓൾസോ ബി റിജക്റ്റഡ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അത് അപ്പോൾ പക്ഷേ കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് എന്താണ്, ഫീ അടയ്ക്കാനാണ്. ഡെബിറ്റ് കാർഡ് വഴി അയക്കാം, ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാം, നെറ്റ് ബാങ്കിങ്, UPI ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ പ്രിന്റ് ചെയ്യണം, കൺഫർമേഷൻ പേജ് എന്താണ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് ടു. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ചെയ്യേണ്ടത്. ചെക്ക് ലിസ്റ്റ് ഫോർ ഫില്ലിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. എന്തൊക്കെ ചെക്ക് ചെയ്യണം? വെദർ ദേ ഫുൾഫിൽ ദ പ്രിസ്ക്രൈബ്ഡ് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫോർ ദ ടെസ്റ്റ്. ആ ടെസ്റ്റ് എഴുതാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. That they have selected the gender, male, female, അതൊക്കെ സെലക്ട് ചെയ്തുണ്ടോ എന്ന് നോക്കുക. That they have selected the category, നിങ്ങൾ ജനറൽ ആണോ, എന്താണ് EWS ആണോ അല്ലെങ്കിൽ OBC ആണോ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടോ നോക്കുക. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണോ, അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ നോക്കുക. They kept a print of application for confirmation page, പ്രിന്റ് എടുത്തിട്ടുണ്ടോ എന്ന് ലാസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഈ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇതാ ഇവിടെ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡുകൾ. ഇത് എന്താണ്, നമ്മളുടെ എന്താണ് നമുക്ക് ഈ പറയുന്ന എന്താണ് 11 അപ്പൻഡിക്സ് 11 നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് കോഡ് ഓഫ് ഒക്കുപേഷൻ, പാരന്റ്സിന്റെ ഒക്കുപേഷൻ ചോദിക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ ആണെങ്കിൽ 01, ബിസിനസ് ആണെങ്കിൽ 02, മെഡിക്കൽ ആണെങ്കിൽ 03, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 04, അങ്ങനെ 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 കൊടുത്തിട്ടുണ്ട്. അതേഴ്സ് ഇൻക്ലൂഡിംഗ് ഹൗസ് വൈഫ് ആണെങ്കിൽ 10, അതാണ് കോഡ് വരുന്നത്. പിന്നെ ലിസ്റ്റ് ഓഫ് കോഡ് ഓഫ് ഇൻകം, ഇൻകമിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇൻകം വരുന്നത് എന്നുള്ളത് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ കണ്ടില്ലേ നിങ്ങൾ, എന്താണ് ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ കോഡ് ഇത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ബിലോ ക്ലാസ് 10 ആണെങ്കിൽ അതാണ്, ക്ലാസ് 10 ആൻഡ് ക്ലാസ് 12 ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പാരന്റ്സിന്റെ ക്വാളിഫിക്കേഷനും അവരുടെ എന്താ പറയുക ഇൻകമും കാര്യങ്ങളും ഒക്കെ നോക്കാനുള്ള കോഡുകളാണ് ഈ പറയുന്നത്. പിന്നെ എന്താണ് കാറ്റഗറി, അതായത് നമ്മളുടെ SC ആണോ, ST ആണോ, OBC ആണോ, ജനറൽ ആണോ, അപ്പൊ അതിന്റെ കോഡുകളും കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ അപ്പോ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോഗ്രാഫിന്റെ കാര്യമാണ്. അതും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ NTA തന്നിട്ടുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും അതേപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫും. അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയാലും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ആയാലും കാൻഡിഡേറ്റിന്റെ നെയിമും ഡേറ്റ് ഓഫ് ടേക്കിംഗ് ദ ഫോട്ടോഗ്രാഫും മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. കാൻഡിഡേറ്റിന്റെ നെയിമും ഡേറ്റ് ഓഫ് ടേക്കിംഗ് ഫോട്ടോഗ്രാഫും മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അതിന്റെ സൈസ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ ഡയമെൻഷൻസ് ഓൾറെഡി നിങ്ങളുടെ എന്താണ് പ്രോസ്പെക്ടസിൽ പറഞ്ഞ മാതിരി നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് സ്റ്റുഡിയോയിലൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് എടുത്ത് കയ്യിൽ വെക്കുക. നമ്പർ ഓഫ് ഫോട്ടോഗ്രാഫ്സും ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അല്ല, ഫിംഗറിന്റെ ഇംപ്രഷൻ അല്ലെ. ടോട്ടൽ ഫിംഗേഴ്സ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ 4 ഫിംഗേഴ്സ് മാത്രം വെച്ചാൽ പോരാ. ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, തമ്പ് വേറെയും ഈ 4 ഫിംഗേഴ്സും അല്ല, 5 ഫിംഗേഴ്സും 2 കൈയിലെയും 5 ഫിംഗേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ആ ടെംപ്ലേറ്റിനുള്ളിൽ നിങ്ങൾ വച്ചിട്ട് അത് സ്കാൻ ചെയ്ത് അത് ഈ ഫോർമാറ്റിലാക്കി ഈ സൈസിലാക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അടുത്തത് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചറും ഇതേപോലെ തന്നെയാണ്. അതിൽ പറയുന്ന 4 KB to 30 KB എന്ന് പറയുന്ന ആ സൈസിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ 2024 നീറ്റിന്റെ രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ, അതായത് ഈ രജിസ്ട്രേഷനെ സംബന്ധിക്കുന്ന എന്ത് ഡൗട്ട് ഉണ്ട് എങ്കിലും കോഡിന്റെ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയക്കുക, വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കുക, എന്താണ് ഞാൻ ഇതിൽ ഇന്ന കാര്യത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇതിൽ എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പ്രോസ്പെക്ടസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, കാരണം അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ പറയുന്ന ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഇത് ചെയ്യണം, ചില സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ചെയ്യണ്ട, അത് നിങ്ങൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ എന്താണ് ഫൈനലി കൗൺസിലിങ്ങിന് പോകുമ്പോൾ ചെയ്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഇപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണാലോ, 9496311944 എന്ന് പറയുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഇടുക. ഈവൻ യു ക്യാൻ കോൾ, നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കൺസേൺ പറയാം, നിങ്ങൾക്ക് അതിന്റെ റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് കോഡ് ക്ലാസ്സസിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഇനിയും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടോ നമ്പറിലേക്കോ വിളിച്ചിട്ട് പറയാം. സോ സൈനിങ് ഓഫ്. താങ്ക് യു.